ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നിലവിളക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ നിലവിളക്ക് കത്തിക്കാം എന്നാണ്. ഇത് നിലവിളക്ക് നമ്മൾ കത്തിക്കും, അത് ഓരോരുത്തരും ഓരോ ഇതിൽ കത്തിക്കുന്നു അത്ര തന്നെ. പക്ഷേങ്കിൽ ദിവസം 2 നേരം നമ്മൾ നിലവിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കും. അതായത് വീട്ടിലെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് എത്ര സമ്പത്തായാലും രോഗങ്ങളായ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും രോഗങ്ങളും മറ്റ് എന്താ പറയുക മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളിൽ അലട്ടും അല്ലേ, ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നും വരാതെ വീട്ടിൽ സൗഭാഗ്യവും സന്തോഷവും ഒക്കെ വരണമെങ്കിൽ നല്ല ഐശ്വര്യമായിട്ട് നമ്മുടെ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് ഒക്കുമെങ്കിൽ എന്നും വിളക്ക് തേച്ച് കത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല വൃത്തിയായിട്ട് വിളക്ക് എന്നും തേച്ച്. പിന്നെ ജോലിയൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഒന്ന് തുടച്ചിട്ടങ്ങ് കത്തിച്ചാലും മതിയാകും. പക്ഷേ ഇന്ന് കഴിവതും തേച്ച് കത്തിക്കുന്നത് അത്യുത്തമമാണ്. അതുപോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ പുരുഷൻ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ ആണുങ്ങളുണ്ട്, അവർ കത്തിക്കാൻ നോക്കുക. വൈകിട്ട് സ്ത്രീകൾ കത്തിക്കുക, അതായിരിക്കും ഉത്തമം. പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ തിരിയിടേണ്ടത് കൈ കൂപ്പുന്ന രീതിയിൽ, അതായത് 2 തിരി കൈ കൂപ്പുന്ന രീതിയിൽ 2 തിരി ചേർത്തിട്ട് ആ രീതിയിലിട്ട് വേണം 2 സൈഡിലോട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരി അത് കൂട്ടിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. പിന്നെ അതുപോലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭഗവാനെ, അതായത് ഓം നമോ നാരായണായ എന്ന് ജപിച്ച് വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ. പിന്നീട് നമ്മൾ ലക്ഷ്മി ദേവിയും അവിടെ പ്രാർത്ഥിക്കണം. നമോ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ രുദ്രേ നാരായണ എന്ന മന്ത്രവും ജപിക്കുക. പിന്നെ അതുപോലെ തന്നെ കഴിവതും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചില ദിവസങ്ങളൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, സ്ത്രീകൾക്ക് പറ്റാത്ത ദിവസങ്ങൾ വരുവാണ്, ഒരു റൂമൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്കൊരു ഇതില്ല. അതല്ലാതെ നമുക്ക് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും വീട്ടിൽ മുടക്കാതെ വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് റൂംസൊക്കെ ഉണ്ട്, അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതായത് ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്ന ഒരു റൂമൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് വിഷയം വരാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക് ഇന്നും വിളക്ക് കത്തിക്കാം. ഇപ്പോൾ ഒരാൾക്ക് സ്ത്രീകൾക്ക് പറ്റാതെ വരുന്ന സമയത്ത് പുരുഷന്മാർക്ക് കത്തിക്കാം. നമ്മൾ വിളക്ക് കത്തിയിലും മുടക്കാതിരിക്കുക. എന്നിട്ട് ഭഗവാൻ, അതായത് നമ്മൾ എവിടെ അമ്പലങ്ങളിൽ പോയാലും ഒന്നും നമുക്ക് ആ ഒരു ചൈതന്യം കിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും ചൈതന്യമാണ്. നമ്മുടെ വീട്ടിൽ എല്ലായിടവും തൂത്തുവാരി നീറ്റാക്കി വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീട്ടിലൊരു വിളക്ക് കത്തിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ സർവ്വ ഐശ്വര്യമാണ് ഫലമായിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്ന ടൈമുകളിൽ നിങ്ങൾ അമ്പലത്തിൽ പോയാൽ മതി. അല്ലാതെ വീട്ടിൽ നല്ല രീതിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ഭഗവാന്മാരെ എല്ലാം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് വേണം ആ വിളക്ക് കത്തിക്കാൻ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Bye.